മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ജിസേലിൻ്റെ അമ്മ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് വന്നിരിക്കുകയാണ്. ജിസേൽ എന്തായാലും ആക്ടിവിറ്റി ഏരിയയിലെ ടാസ്ക് ഒക്കെ പൂർത്തിയാക്കി ജിസേലും അമ്മയും സംസാരിക്കുകയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയോടടിയാണ് കേട്ടോ. നല്ല കോമഡിയാണ് എന്തായാലും കണ്ടിരിക്കാൻ. ജിസേലിന് ആക്ടിവിറ്റി ഏരിയയിലെ പസിൽ സോൾവ് ചെയ്യാനുള്ള ആ ഒരു ടാസ്ക് കുറച്ച് ടഫായിരുന്നു. ബിഗ് ബോസ് ഹൗസിൻ്റെ മുൻഭാഗമായിരുന്നു ജിസേലിന് പസിലായി കൊടുത്തിരുന്നത്. അത് ജിസേലിന് കുറച്ച് ടഫായിരുന്നു. 40-45 മിനിറ്റ് എടുത്താണ് ആ ഒരു പസിൽ ജിസേൽ സോൾവ് ചെയ്തത്. ആ പസിൽ സോൾവ് ചെയ്യാൻ ഇത്രയും ടൈം എടുത്തതിന് അമ്മ ജിസേലിനെ വഴക്ക് പറയുന്നുണ്ടായിരുന്നു. നീ ഡെയിലി കാണുന്നതല്ലേ, ഇവിടെ ഊഞ്ഞാലിൽ വന്നിരിക്കുന്നതല്ലേ, നിനക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലേ എന്നൊക്കെ ചോദിച്ച് കുറച്ച് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു. പിന്നെ ജിസേൽ അമ്മയോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. അമ്മ, എനിക്കിവിടെ ഡ്രസ്സ് വരുന്നില്ല, എൻ്റെ മസ്കാര തീർന്നു, ഹെയർ എക്സ്റ്റൻഷൻ തീർന്നു, വൈറ്റമിൻ സി സെറം തീർന്നു, നിയാസനമേഡ് തീർന്നു. അമ്മ എന്നെ ഷോയിലേക്ക് വിട്ടു, പക്ഷേ പുറത്തുനിന്ന് ഒരു ഹെൽപ്പും അമ്മ എനിക്ക് ചെയ്യുന്നില്ല. അമ്മ എന്തിനാ കേരളത്തിൽ നിൽക്കുന്നേ? 40 ദിവസം കേരളത്തിൽ നിൽക്കാൻ ആര് പറഞ്ഞു? ബോംബെക്ക് പോ, അമ്മ ബോംബെക്ക് പോ, എനിക്ക് ഡ്രസ്സ് ഇല്ലെന്നൊക്കെ ജിസേൽ പറയുന്നുണ്ട്. അപ്പോൾ അമ്മ പറയുന്നത്, ഞാൻ പോകാം, ഇവരെനിക്ക് തിരിച്ച് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തന്നിരിക്കുന്നത് ആലപ്പുഴയ്ക്കാണ്, ഞാനത് ക്യാൻസൽ ചെയ്തിട്ട് ബോംബെക്ക് പോവാ, എനിക്കറിയാം നീ സമ്മതിക്കില്ലെന്ന്, അതുകൊണ്ട് ഞാൻ കീ എടുത്തുകൊണ്ടാണ് വന്നത്. എന്നിട്ട് അമ്മ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇവിടുത്തെ വീട് എന്ത് ചെയ്യും? ആലപ്പുഴയിലെ വീട് എന്ത് ചെയ്യും? അത് പൂട്ടിയിട്ടിട്ട് പോ, പട്ടിയേയും കൊണ്ടുപോക്കോ, പട്ടിയെ ഇവിടെ നിർത്തണ്ട, പട്ടിയെ ബോംബെക്ക് കൊണ്ടുപോകുന്നൊക്കെ ജിസേൽ പറയുന്നു. എന്നിട്ട് ജിസേൽ ചോദിക്കുന്നത്, ഇതെന്ത് മേക്കപ്പാണ് ഈ ചെയ്തേക്കുന്നത്, ഇത് കൊള്ളില്ല, ബോറാണെന്നൊക്കെ. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ഞാനൊന്ന് ടച്ചപ്പ് ചെയ്യാന്ന് കരുതി, പക്ഷെ ഇവിടെ വന്നപ്പോൾ അതൊന്നും സമ്മതിച്ചില്ല, മേക്കപ്പ് ബാഗ് കൊണ്ടുപോയി. പിന്നെ അമ്മയും ജിസേലും കൂടി ബെഡ്റൂമിൽ ചെല്ലും. ആ സമയത്ത് ജിസേലിൻ്റെ ബെഡിനടിയിലുള്ള ഡ്രോ തുറന്ന് കിടക്കുവാണ്. അപ്പോൾ അമ്മ പറയും, നീ എന്താണ് ഈ ഡ്രോ അടച്ചിടാത്തത്? നിന്റെ മാത്രം ഡ്രോയാണ് ഇങ്ങനെ തുറന്ന് കിടക്കുന്നത്, ഒട്ടും ഓർഗനൈസ്ഡ് അല്ല, അനീഷിൻ്റെയൊക്കെ കണ്ടു പഠിക്കുക. അപ്പോൾ ജിസേൽ പറയുന്നുണ്ട്, ഇത് പൊട്ടിപ്പോയി, ഇത് അടയില്ല, അതുകൊണ്ടാണ് ഇത് സ്റ്റക്കാണെന്നൊക്കെ. എന്നിട്ടും അമ്മ പറയുന്നത്, നീ വീട്ടിൽ ചെയ്യുന്നത് പോലെയാണോ ഇവിടെ ചെയ്യുന്നത്? വീട്ടിലും ഇവളിങ്ങനെ തന്നെയാണ്, മേക്കപ്പ് ചെയ്തിട്ട് എല്ലാം വലിച്ചു വാരി ഇട്ടിട്ട് പോകും, പിന്നെ സെർവൻ്റാണ് അതൊക്കെ ചെയ്യുന്നത്. ഇവിടെ നിനക്ക് ബിഗ് ബോസ് വന്ന് ചെയ്തു തരുമെന്ന് കരുതിയാണോ ഇരിക്കുന്നതെന്നൊക്കെ ചോദിച്ച് അമ്മ നല്ല രീതിയിൽ ജിസേലിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. പിന്നെന്തോ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയോ ബില്ലടച്ചോ, കറണ്ട് ബില്ലടച്ചോ, ആ കാര്യങ്ങളൊക്കെ ജിസേൽ നിന്ന് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ജിസേൽ ഡ്രസ്സിങ്ങിനെ കുറിച്ച് ചോദിക്കുന്നു. എൻ്റെ ഡ്രസ്സിങ് നല്ലതാണോ? പുറത്തെങ്ങനെയാണ്? ബോറാണോ? എനിക്ക് കേരള സ്റ്റൈൽ ഡ്രസ്സുകളില്ല, ഇവിടെ എല്ലാവരും കേരള സ്റ്റൈൽ ഡ്രസ്സുകളാണ് ഇടുന്നത്. അമ്മയൊന്ന് ബോംബെക്ക് പോയാൽ കുറച്ച് ഡ്രസ്സ് അയച്ചതാ, ചുരിദാർ അയച്ചതാ, സാരി അയച്ചതാ, അതൊക്കെ വേണം ഇവിടെ ഇടാൻ, എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു. അമ്മ പറയുന്നത്, നിനക്ക് ഞാൻ പോയ ഉടനെ അയച്ചു തരാം. ആ സമയത്താണ് വേറെ കോമഡി. ജിസേലിൻ്റെ അമ്മ കൊണ്ടുവന്ന കുറച്ച് സ്നാക്സ് ആ സമയത്ത് സ്റ്റോർ റൂമിൽ വരുന്നു. അപ്പോൾ വീണ്ടും ജിസേൽ ദേഷ്യപ്പെടുന്നു. അമ്മ, എനിക്ക് കോഫി പൗഡർ കൊണ്ടുവന്നില്ലേ? മമ്മി എന്താണ് ഇങ്ങനെ, എനിക്ക് കോഫി പൗഡർ കൊണ്ടുവരാതിരുന്നത് എന്താണെന്നൊക്കെ ചോദിച്ച്. മെയിനായിട്ട് ജിസേലിന് 2-3 ആഴ്ചയായി ഡ്രസ്സൊക്കെ വന്നിട്ട് ഉള്ള ഡ്രസ്സ് തന്നെ അഡ്ജസ്റ്റ് ചെയ്താണ് പുള്ളി ഇടുന്നത്. അതിൻ്റെ ഒരു ദേഷ്യമുണ്ട്. അതിൻ്റെ കൂടെ മേക്കപ്പും തീർന്നു പോയി. ആ ദേഷ്യമൊക്കെ ഇപ്പോൾ അമ്മയോട് തീർക്കുവാണ്. ഇവിടെ എല്ലാ വീക്കെൻഡും എല്ലാവർക്കും ഒരുപാട് സാധനങ്ങൾ വരും, കൊളാബ് വരും, മേക്കപ്പ് വരും, എനിക്ക് മാത്രം ഒന്നും വരുന്നില്ല, മമ്മി ഔട്ട്സൈഡ് നിന്ന് എന്നെ ഹെൽപ്പ് ചെയ്യുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ജിസേൽ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മമ്മി പറയുന്നത്, എനിക്കറിയില്ലല്ലോ ഇങ്ങനെ നിനക്ക് അയച്ചു തരാം, കൊളാബ് അയച്ചു തരാമെന്നൊന്നും. അതറിയണമെങ്കിൽ ബിഗ് ബോസുമായിട്ട് സംസാരിക്കണമെന്ന് ജിസേൽ പറയുന്നു. എന്തായാലും രണ്ടുപേരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരമൊക്കെ കേൾക്കാൻ നല്ല രസമാണ് കേട്ടോ. ഇന്നിനി ആര്യൻ്റെയും അനുമോളുടെയും ഫാമിലിയും കൂടി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വരാനുണ്ട്. അവർ വന്ന ഉടൻ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.